നമസ്കാരം. അപ്പോൾ നമ്മുടെ ചാനലിലാണെങ്കിൽ നമ്മൾ വീഡിയോ പലപ്പോഴും പോസ്റ്റ് ചെയ്യുമ്പോൾ ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഡോക്ടറെ ഈ സീറോ നെഗറ്റീവ് ആർത്രൈറ്റിസ് എന്താണ്? ഈ സീറോ നെഗറ്റീവ് എന്താണ് ഡോക്ടറെ? അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ സീറം എന്ന് വെച്ചാൽ നമുക്ക് ബ്ലഡിന് പറയുന്നത് ബ്ലഡിനുണ്ടാകുന്ന ഒരു കമ്പണൻ്റാണ് സീറം. നമുക്കറിയാം, ബ്ലഡിനെ സൂചിപ്പിക്കുന്ന വേറൊരു പദമാണ് സീറം എന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ബ്ലഡിൽ നെഗറ്റീവാണ്, ടെസ്റ്റുകൾ നെഗറ്റീവാണ്, പക്ഷേ പേഷ്യൻറ്റിന് ആർത്രൈറ്റിസ് ഉണ്ട്. അതിനെയാണ് ഈ സീറോ നെഗറ്റീവ് ആർത്രൈറ്റിസ് എന്ന് പണ്ട് വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത്. അതായത് ബ്ലഡിൽ ഇപ്പോൾ സാധാരണ ആദ്യഘട്ടങ്ങളിൽ റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, അത് ആമവാദം ഉള്ളവർക്ക് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ റുമറ്റോയിഡ് ഫാക്ടർ ആൻറ്റി-CCP ഇപ്പോൾ പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ അവരെ സീറോ പോസിറ്റീവ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് നമ്മൾ വിളിക്കും. സീറോ പോസിറ്റീവ്, അതായത് റുമറ്റോയിഡ് ഫാക്ടർ പോസിറ്റീവായ ആൾക്കാരെയാണ്. പിന്നെയാണ് ആൻറ്റി-CCP വന്നത്. ഈ രണ്ട് ആൻറ്റിബോഡി പോസിറ്റീവായവരെ, ഈ ടെസ്റ്റുകൾ പോസിറ്റീവായവരെ നമ്മൾ സീറോ പോസിറ്റീവ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് വിളിക്കും. ഈ ടെസ്റ്റ് നെഗറ്റീവായ ആളുകളെ ആദ്യഘട്ടത്തിൽ വിശേഷിപ്പിക്കാൻ, അതായത് 10-30 കൊല്ലം മുമ്പ് ആണ് സീറോ നെഗറ്റീവ് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞ് ഒരു പദം കൊണ്ടുവന്നത്. അപ്പോൾ ഈ സീറോ നെഗറ്റീവ് ആർത്രൈറ്റിസ് വളരെ സിമ്പിളാണ്. റുമറ്റോയിഡ് ആർത്രൈറ്റിസ് പോലെ സിംറ്റംസ് ഉണ്ട്, ആർത്രൈറ്റിസിൻ്റെ സിംറ്റം ഉണ്ട്. അവർ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ റുമറ്റോയിഡ് ഫാക്ടർ CCP നെഗറ്റീവാണ്. പിന്നെ ഈ സീറോ നെഗറ്റീവ് ആർത്രൈറ്റിസിന് തന്നെ പല തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ബ്ലഡിൽ നെഗറ്റീവായ ആളുകൾക്ക് ഏത് സന്ധികളെ ബാധിക്കുന്നു എന്നനുസരിച്ചിട്ടാണ് പിന്നെ നമ്മൾ ഏത് ടൈപ്പ് ആർത്രൈറ്റിസ് ആണെന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. ഒന്ന്, ഇവർക്ക് കൈകളിൽ ബ്ലഡിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ നെഗറ്റീവാണ്, പക്ഷേ ഇവർക്ക് കൈകളിലാണ് വേദന. സന്ധികളിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കൈ മടക്കാൻ ബുദ്ധിമുട്ടാണ്, കൈ മടക്കാനുള്ള സന്ധികൾക്ക് നല്ല വഴക്കക്കുറവുണ്ട്, മുട്ടിന് നീരുണ്ട്, കാൽക്കുഴയിൽ നീരുണ്ട്, കൈ പൊക്കാൻ വയ്യ, ഇങ്ങനെയുള്ള സിമെട്രിക്കൽ രണ്ട് സൈഡിൽ ഒരുപോലെ വരുന്ന ആർത്രൈറ്റിസ് ആണെങ്കിൽ അത് പലപ്പോഴും റുമറ്റോയിഡ് ആർത്രൈറ്റിസ് തന്നെയായിരിക്കും, ആമവാദം തന്നെ ആകാനാണ് സാധ്യത. അപ്പോൾ നമുക്ക് അവരെ സീറോ നെഗറ്റീവ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് വിളിക്കും. അപ്പോൾ സീറോ നെഗറ്റീവ് ആർത്രൈറ്റിസിൻ്റെ വേറെ ഒരു ഉപവിഭാഗമായിട്ട് പറയാവുന്നതാണ് സീറോ നെഗറ്റീവ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ്. അല്ലെങ്കിൽ ഒരു ടൈപ്പായിട്ട് പറയാവുന്നതാണ് സീറോ നെഗറ്റീവ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ്. അപ്പോൾ ഈ സീറോ പോസിറ്റീവും സീറോ നെഗറ്റീവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സീറോ പോസിറ്റീവിൽ റുമറ്റോയിഡ് ഫാക്ടർ ഹൈ ടൈറ്റിൽ പോസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് എന്ത് സംഭവിക്കും? അവർ കുറച്ചുകൂടി അഗ്രസീവ് ഡിസീസാണ്, കുറച്ചുകൂടി സിവിയർ ആയിട്ടുള്ള ഡിസീസ് ഉണ്ടാകാനാണ് സാധ്യത സീറോ പോസിറ്റീവ് ആണെങ്കിൽ. സീറോ നെഗറ്റീവ് ആണെങ്കിൽ കുറച്ചുകൂടി മൈൽഡ് ആയിരിക്കും, കുറച്ചുകൂടി ലെസ് സിവിയർ ആകാനും ഡിഫോമിറ്റി ഉണ്ടാകാനുള്ള ചാൻസ് കുറച്ച് കുറവാണ്. ഇല്ലെന്നല്ല, കുറച്ച് മറ്റു ആളുകളെക്കാളും കുറവാണ്. സീറോ പോസിറ്റീവ്, അതായത് റുമറ്റോയിഡ് ഫാക്ടർ ആൻറ്റി-CCP പോസിറ്റീവ് ആണെങ്കിൽ അവർക്ക് സിവിയർ ഡിസീസ് ആകാനാണ് സാധ്യത. സീറോ നെഗറ്റീവ് ആണെങ്കിൽ കുറച്ചുകൂടി മൈൽഡ് ഡിസീസ് ആകാനാണ് സാധ്യത. അപ്പോൾ എത്ര %? അപ്പോൾ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് പേഷ്യൻ്റ് എടുത്ത് 100 പേര് എടുത്തു കഴിഞ്ഞാൽ യൂഷ്വലി 60 മുതൽ 70 പേര് ഈ റുമറ്റോയിഡ് ഫാക്ടർ CCP പോസിറ്റീവ് ആയിരിക്കും. ബാക്കി 30% ആളുകൾ സീറോ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ്, ആർത്രൈറ്റിസ് ഉണ്ട്, റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ഉണ്ടെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് നെഗറ്റീവ് ആണെങ്കിൽ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ഇല്ല എന്നർത്ഥമില്ല. അത് പലപ്പോഴും സീറോ നെഗറ്റീവ് ആർത്രൈറ്റിസ് ആകാനാണ് സാധ്യത. പിന്നെ സീറോ നെഗറ്റീവ് ആർത്രൈറ്റിസ്, ബ്ലഡ് ടെസ്റ്റ് നെഗറ്റീവായുള്ള വേറൊരു ടൈപ്പ് ആർത്രൈറ്റിസ് ആണ് സ്പോണ്ടൈലോ ആർത്രൈറ്റിസ്. സീറോ നെഗറ്റീവ് സ്പോണ്ടൈലോ ആർത്രൈറ്റിസ് എന്ന് പറയും. അതായത് സ്പോണ്ടൈലോ എന്ന് വെച്ചാൽ നമുക്കറിയാം നട്ടലിനെ ബാധിക്കുന്ന, നട്ടലിലാണ് സ്പോണ്ടൈലോ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നട്ടലിനെ ബാധിക്കുന്ന വാതരോഗങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ആങ്കൈലോസിംഗ് സ്പോണ്ടിലൈറ്റിസ്, അതുപോലെയുള്ള വാദങ്ങൾ, സോറിയാറ്റിക് ആർത്രൈറ്റിസ്, അതൊക്കെ ഈ സീറോ നെഗറ്റീവ് സ്പോണ്ടൈലോ ആർത്രൈറ്റിസിൽ വരുന്നതാണ്. എസ്പെഷ്യലി ആങ്കൈലോസിംഗ് സ്പോണ്ടിലൈറ്റിസിനെയാണ് നമ്മൾ സീറോ നെഗറ്റീവ് സ്പോണ്ടൈലോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. പക്ഷേ അവർക്കുണ്ടാകുന്ന സിംറ്റം എന്ന് പറയുന്നത് നട്ടലിനെ ബാധിക്കുന്ന വാതരോഗമാണത്. ഭയങ്കരമായിട്ട് നട്ടലിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് അത്. അവർക്കറിയില്ല, നമ്മൾ നേരത്തെ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ആങ്കൈലോസിംഗ് സ്പോണ്ടിലൈറ്റിസ് ആണ് ഇതിൻ്റെ ഒരു പ്രിഡോമിനൻ്റ് ആയിട്ടുള്ള അസുഖം. അവർക്കുണ്ടാകുന്ന പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നട്ടലിന് പിടുത്തം വരുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭയങ്കരമായ സ്റ്റിഫ്നെസ്, ഉറങ്ങി എഴുന്നേറ്റ് അരമണിക്കൂറോ 3/4 മണിക്കൂറോ കഴിയുമ്പോൾ ആ സ്റ്റിഫ്നെസ് പതുക്കെ കുറഞ്ഞു വരുന്നു. അത് കഴിഞ്ഞ് സ്റ്റിഫ്നെസ് കുറഞ്ഞ് ഇല്ലാതാകുന്നു. അതാണ് ഈ സ്പോണ്ടൈലോ ആർത്രൈറ്റിസ് ലക്ഷണം. അതേസമയം റുമറ്റോയിഡ് ആർത്രൈറ്റിസ് നമുക്കറിയാം കൈകൾക്കുണ്ടാകുന്ന ആർത്രൈറ്റിസ് ആണ്. മറ്റേതുണ്ടാകുന്നത് നടുവിനുണ്ടാകുന്ന ആർത്രൈറ്റിസ് ആണ്. പക്ഷേ അവർക്കും ഉപ്പൂറ്റി വേദനയും അല്ലെങ്കിൽ കണ്ണിന് ചുവപ്പും ഒക്കെ വരാം ഈ സീറോ നെഗറ്റീവ് സ്പോണ്ടൈലോ ആർത്രൈറ്റിസിൽ. ഈ സ്പോണ്ടൈലോ ആർത്രൈറ്റിസ് നട്ടലിനെ ബാധിക്കുമെങ്കിലും അതിലൊരു ജനറ്റിക് മാർക്കറുണ്ട്. ഇതിന് മുമ്പ് നമ്മൾ പറഞ്ഞിട്ട് B27 എന്നാണ്, HLA B27 എന്നാണ് അതിൻ്റെ പേര്. അതുകൊണ്ട് ഇത് ഫാമിലീസിലാണ് ഇത് കൂടുതലായിട്ടും കണ്ടുവരുന്നത്. അപ്പോൾ ഇതാണ് സീറോ നെഗറ്റീവ് ആർത്രൈറ്റിസ് എന്ന് പറയുമ്പോൾ രണ്ട് അസുഖങ്ങളാണ്. ഒന്ന് സീറോ നെഗറ്റീവ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, രണ്ട് സ്പോണ്ടൈലോ ആർത്രൈറ്റിസ്. സീറോ നെഗറ്റീവ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ചെറിയ സന്ധികളെയാണ് ബാധിക്കുന്നത്, സ്പോണ്ടൈലോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് നട്ടലിനെയാണ് ബാധിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടിനും ചികിത്സാ രീതികളും ഡിഫറൻ്റ് ആണ്. പക്ഷേ ഇതിൽ കീ മെസ്സേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർത്രൈറ്റിസ് ഉണ്ടെങ്കിൽ ടെസ്റ്റ് നെഗറ്റീവ് ആണെങ്കിലും ആർത്രൈറ്റിസ് നിങ്ങൾക്ക് സന്ധികളിൽ വേദനയുണ്ട്, നിങ്ങൾ ടെസ്റ്റുകളൊക്കെ നെഗറ്റീവ് ആണെങ്കിലും ആർത്രൈറ്റിസ് ഇല്ല എന്നൊരിക്കലും കൺക്ലൂഡ് ചെയ്യാൻ പാടില്ല. കാരണം അറ്റ്ലീസ്റ്റ് 30% ഓഫ് ആർത്രൈറ്റിസ് വിൽ ബി സീറോ നെഗറ്റീവ്. അപ്പോൾ അപ്പം ആർത്രൈറ്റിസ് ഡയഗ്നോസ് ഇങ്ങനത്തെ പേഷ്യൻസിൽ പലപ്പോഴും അതൊരു ക്ലിനിക്കൽ ഡയഗ്നോസ്, രോഗിയെ കണ്ടതിന് ശേഷം എന്തൊക്കെയാണ് സിംറ്റം ഉണ്ടെന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നതും ഡയഗ്നോസ് കൺഫേം ചെയ്യുന്നതും.